ഹായ് വ്യൂവേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലേണിംഗ് തിയറീസിനെ കുറിച്ചാണ് പഠിച്ചു വന്നത്. അതിൽ ലാസ്റ്റ് നമ്മൾ നോക്കിയത് സോഷ്യൽ ലേണിംഗ് തിയറിയെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ കുറിച്ചാണ്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് രണ്ട് വേർഡുകൾ കൂടി ചേർന്നിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലേണിംഗ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്തെങ്കിലും ഒന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ മാറ്റുന്നതിനെയൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് മൂവിങ് സംതിങ് ഓർ സംതിങ് ടു അനദർ പ്ലേസ്. ദെൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അറിവ് നേടുന്നതിനെയോ അല്ലെങ്കിൽ സ്കിൽസ് അക്വയർ ചെയ്യുന്നതിനോ പഠിക്കുന്നതിനെയൊക്കെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ആൻ ആക്ട് ഓഫ് ഗെയിനിങ് നോളജ്, സ്കിൽസ് ബൈ എക്സ്പീരിയൻസ്, സ്റ്റഡി, ബീയിങ് ടോട്ട് ഓർ ക്രിയേറ്റീവ് തോട്ട്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. ലേണിംഗ് ഈസ് എ അക്വിസിഷൻ ഓഫ് നോളജ്, അല്ലെങ്കിൽ ലേണിംഗ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് എ ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ്, അതായത് ട്രാൻസ്ഫർ പ്ലസ് ലേണിംഗ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അപ്പോൾ എന്തായിരിക്കും ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റ് ആണ്, അല്ലേ? ഒരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നതാണ്. അപ്പോൾ ലേണിംഗ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക, മറ്റൊരു സിറ്റുവേഷനിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ പ്രോസസ്സ്. ഇതൊരു പ്രോസസ്സാണ്. എന്തിനുള്ള പ്രോസസ്സാണ്? ഇതൊരു സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് സംതിങ് ലേൺഡ് ഇൻ വൺ സിറ്റുവേഷൻ ഈസ് യൂസ്ഡ് ഇൻ അനദർ സിറ്റുവേഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ വേർഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ലേണിംഗ് പ്രസൻറ്റ് അക്വിസിഷനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ മുൻപ് പഠിച്ച കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ അക്വയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന വാക്ക് വിവരിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ട്രാൻസ്ഫർ ഓഫ് പ്രാക്ടീസ് ഒറിജിനലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എഡ്വേർഡ് തൊണ്ടേക്കും റോബർട്ട് എസ് വുഡ്വർത്തും കൂടിയിട്ടാണ്. ട്രാൻസ്ഫർ ഓഫ് പ്രാക്ടീസ് ഒറിജിനലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എഡ്വേർഡ് തൊണ്ടേക്കും റോബർട്ട് എസ് വുഡ്വർത്തും കൂടിയിട്ടാണ്. ഇവിടെ പറയുന്നത്, ഇപ്പോൾ സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലേണിംഗ് സിറ്റുവേഷനിൽ നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ, സ്കില്ലുകൾ, ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ് ഒരു സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഫുള്ളായിട്ടോ പാർഷ്യലായിട്ടോ ക്യാരി ഓവർ ചെയ്യുന്നതിന് ആണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? സിമ്പിൾ വേയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു സിറ്റുവേഷനിൽ പഠിച്ചിട്ടുള്ള അറിവുകളാകാം, നമ്മുടെ സ്കില്ലുകൾ, നൈപുണികളാകാം, അല്ലെങ്കിൽ ഹാബിറ്റ്സ് ആകാം, അല്ലെങ്കിൽ പല മനോഭാവങ്ങളാകാം, അതെല്ലാം നമ്മൾ മൊത്തത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോ നമ്മളത് ക്യാരി ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന, മറ്റൊരു സിറ്റുവേഷനിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുള്ളത്. ദെൻ ഇനി ഇതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ബ്രാൻസ്ഫോർഡിൻ്റെയാണ്. അദ്ദേഹം പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു എബിലിറ്റിയാണ്, അതൊരു കഴിവാണ്. എന്തിനുള്ള കഴിവാണ്? നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ഒരു കാര്യം അതൊരു പുതിയ സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിലോ അതുമല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ലേണിങ്ങിലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ബ്രാൻസ്ഫോർഡാണ് ഇത്തരത്തിൽ ഒരു ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ഒരു കാര്യം, മുൻപ് പഠിച്ചിട്ടുള്ള ഒരു വസ്തുത നമുക്കൊരു പുതിയ സിറ്റുവേഷനിലോ അതും അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിലോ അതുമല്ലെങ്കിൽ നമുക്ക് ഭാവിയിലുള്ള പഠനത്തിലേക്കോ നമ്മൾ അപ്ലൈ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ആ കഴിവിനെയാണ് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് ബ്രാൻസ്ഫോർഡ് വിശേഷിപ്പിച്ചിരിക്കുന്നത്.
ദെൻ നെക്സ്റ്റ് പറഞ്ഞത് കോർമിയർ ആണ്. കോർമിയർ പറയുന്നത് ഇത്തരത്തിലാണ്: ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആസ് ദ അപ്ലിക്കേഷൻ ഓഫ് സ്കിൽസ് ആൻഡ് നോളജ് ലേൺഡ് ഇൻ വൺ കോണ്ടെക്സ്റ്റ് ബീയിങ് അപ്ലൈഡ് ഇൻ അനദർ കോണ്ടെക്സ്റ്റ്. നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഇവിടെ കോർമിയർ പറഞ്ഞപ്പോൾ നമ്മുടെ സ്കില്ലുകളും നോളജും നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് പഠിച്ചത് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള സ്കില്ലുകളും അറിവുകളും നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നു? മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് കോർമിയർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിച്ചത്. അപ്പോൾ 2 ഡെഫിനിഷൻ പറഞ്ഞു, ബ്രാൻസ്ഫോർഡിൻ്റെയും കോർമിയറിൻ്റെയും. ദെൻ നെക്സ്റ്റ് വൺ തന്നത് എൽസ് ആണ്. അദ്ദേഹം പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസും അതിലുണ്ടാകുന്ന പെർഫോമൻസും മറ്റൊരു ടാസ്ക്, അതായത് അതിനോട് തുടർന്ന് വരുന്ന ടാസ്കുകളുടെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് ഈൽസ് പറയുന്നത്. അപ്പോൾ ഈൽസിൻ്റെ അഭിപ്രായത്തിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അതായത് നമ്മുടെ പെർഫോമൻസും അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും അതിനോടനുബന്ധമായിട്ടുള്ള സബ്സിക്വൻറ്റ് ടാസ്കുകൾക്ക് അതിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം 3 ഡെഫിനിഷനാണ് പറഞ്ഞത്: ബ്രാൻസ്ഫോർഡിൻ്റെ, കോർമിയറിൻ്റെ, ദെൻ ഈൽസിൻ്റെ. നെക്സ്റ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പർപ്പസ്ഫുൾ ആണ്, ഒരു ലക്ഷ്യബോധം ഉള്ളതാണ്. എങ്ങനെയാണ് പർപ്പസ്ഫുൾ ആകുന്നത്? നമ്മൾ ഒരു സിറ്റുവേഷനിൽ പഠിക്കുന്ന ഒരു കാര്യം മറ്റൊരു സിറ്റുവേഷനിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ പർപ്പസ്ഫുൾ തന്നെയാണ്. നമ്മൾ ഈ സിറ്റുവേഷനിൽ അത് പഠിക്കുന്നത് മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇതിൽ പറയാതെ തന്നെ പറയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ അത് എവിടെ എന്താണ് ഒരു പർപ്പസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ദെൻ രണ്ടാമത്തതാണ് യൂട്ടിലൈസേഷൻ ഓഫ് പ്രീവിയസ് നോളജ്. ഇവിടെ എന്താ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്? പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മുടെ പാസ്റ്റ് ലേണിംഗ് അല്ലെങ്കിൽ പ്രീവിയസ് നോളജ് നമ്മൾ പുതിയൊരു സിറ്റുവേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്നാണ് നമ്മളിവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്? പ്രീവിയസ് നോളജ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ ഹെൽപ്ഫുൾ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു, ആ പഠിച്ച സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനാണ് പഠിച്ചതെങ്കിൽ അത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അതായത് ഒരു അഗ്രസീവായിട്ടുള്ളൊരു ബിഹേവിയറിനോട് എങ്ങനെ ഇടപഴകണം എന്നാണ് നമ്മൾ പഠിച്ചതെങ്കിൽ പിന്നീട് അങ്ങനത്തെ ഒരു അഗ്രസീവ് ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് സഹായകമായിട്ടുള്ളതാണ്. അതായത് ചില ബിഹേവിയറിനോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് മുൻപ് പഠിച്ച പല കാര്യം നമുക്ക് അറിയുന്നുണ്ടാകും. അത് നമ്മളെ ആ ഒരു ബിഹേവിയറിൽ പെരുമാറുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതാണെങ്കിൽ അത് നടത്താനായിട്ട് പറ്റുന്ന രീതിയിലേക്കാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഹെൽപ്ഫുൾ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് മെൻ്റൽ കപ്പാസിറ്റീസ്. നമ്മളുടെ എല്ലാ മെൻ്റൽ കപ്പാസിറ്റീസും ഇവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു സിറ്റുവേഷനിലേക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് മെൻ്റൽ പ്രാക്ടീസസ് നടന്നെങ്കിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. അതിന് ആദ്യമായിട്ട് നമ്മൾ ആ ഒരു കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മെമ്മറി കപ്പാസിറ്റി ഉണ്ടാകണം. അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റണം, നമുക്കത് റിമെമ്പർ ചെയ്യാൻ പറ്റണം, ദെൻ അത് അപ്ലിക്കേഷൻ നടത്താൻ പറ്റണം. അപ്പോൾ നമ്മുടെ എല്ലാ മെൻ്റൽ കപ്പാസിറ്റീനെയും ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ ലാസ്റ്റാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻസൈറ്റ്. നമുക്ക് തന്നെ ഒരു ഇൻസൈറ്റ് ഉണ്ടാകും, ഉൾക്കാഴ്ച ഉണ്ടാകും. എനിക്ക് എന്തെല്ലാം അറിയാം, എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, എനിക്ക് ഈ സിറ്റുവേഷനിൽ ഇത് അപ്ലിക്കബിൾ ആകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ മുൻപ് പഠിച്ച കാര്യം എനിക്കിവിടെ അപ്ലിക്കബിൾ ആകുമോ, ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ എന്താണ്. അത്തരത്തിൽ എല്ലാ രീതിയിലുള്ള ഒരു ഇൻസൈറ്റും കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻസൈറ്റും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞത് ആദ്യത്തെ പർപ്പസ്ഫുള്ളാണ്, രണ്ടാമത്തെ യൂട്ടിലൈസേഷൻ ഓഫ് പ്രീവിയസ് നോളജ് ആണ്, മൂന്നാമത്തെ ഹെൽപ്ഫുൾ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്, നാലാമത്തെ യൂട്ടിലൈസേഷൻ ഓഫ് മെൻ്റൽ കപ്പാസിറ്റീസ്, ദെൻ അഞ്ചാമത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻസൈറ്റ്. ദെൻ നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ആദ്യത്തേതാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ
ഒരു സാഹചര്യത്തിൽ നമ്മൾ നേടിയെടുത്ത അറിവുകൾ അല്ലെങ്കിൽ സ്കില്ലുകൾ, ഹാബിറ്റുകൾ മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കുന്നതിന് പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു സിറ്റുവേഷനിൽ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞു. ആ പഠിച്ചത് ഇനി പഠിക്കാൻ പോകുന്ന ഒരു വസ്തുതയെ അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ, എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ പോസിറ്റീവ്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കുന്ന ഒരാൾക്ക് ടെന്നീസ് കളിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം അതിൽ പറയുന്ന പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സെയിം ആണ്. അതുപോലെ ഉപയോഗിക്കുന്ന ബാറ്റും ഏകദേശം സെയിം ആണെന്നേ പറയാൻ പറ്റുള്ളൂ, ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെന്താണ്, അതിൻ്റെ കോക്കും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ കോർട്ടിൻ്റെ ഒരു വലിപ്പം, അതുപോലെ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു ലേണിംഗ്, അതായത് ബാഡ്മിൻ്റൺ അറിയാവുന്നത് കൊണ്ട് ടെന്നീസിന് സഹായമാവുകയും അതുപോലെ ടെന്നീസ് അറിയാവുന്നത് കൊണ്ട് ബാഡ്മിൻ്റന് സഹായമാവുകയും ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളാണ് സൈക്കിളും ബൈക്കും നമുക്ക് ഓടിക്കാൻ. അതായത് സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന ഒരാൾക്ക് ബൈക്ക് റൈഡിങ്ങിന് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് പറയും. പ്രത്യേകിച്ച് ഈ വുമൺസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ, നമ്മൾ സൈക്കിൾ ഓടിക്കുന്നവർക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബൈക്ക് ഓടിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ആക്റ്റീവ പോലത്തെ വണ്ടികൾ ഓടിക്കാൻ സുഖമാണെന്നൊക്കെ പറയും. അത് കാരണം എന്താ വെച്ചാൽ സൈക്കിളിൻ്റെ ഒരു ബാലൻസ് ഒരു ഏകദേശം അതിൻ്റെ ഹാൻഡിലൊക്കെ കൃത്യമായി പിടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെ നടക്കുന്നത് എത്തരത്തിലൊരു ലേണിംഗ് ആണ്? പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു സാഹചര്യത്തിൽ പഠിച്ച കാര്യം മറ്റൊരു സാഹചര്യത്തിൽ പഠിക്കുന്ന കാര്യത്തിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്താണ്? പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ഒരു സാഹചര്യത്തിൽ പഠിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു സ്കില്ല്, ഒരു ഹാബിറ്റ് മറ്റൊരു സാഹചര്യത്തിൽ പഠിക്കാൻ പോകുന്ന ലേണിങ്ങിനെ നെഗറ്റീവായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നാണ് പറയുക. നമ്മളെന്താ നേരത്തെ പറഞ്ഞത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ ഉണ്ടാകുന്നത്? നമ്മൾ മുൻപ് പഠിച്ചൊരു കാര്യം ഉണ്ടാകും, പക്ഷേ അത് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ നെഗറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാല അതുപോലെ മലയാളം അക്ഷരമാലയുണ്ട് അല്ലേ? അപ്പം മലയാളം പ്രൊനൗൺസിയേഷനും ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അതായത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇപ്പോൾ ആ എന്ന് പറയുന്നതിന് എ എന്ന് പറയുമ്പോൾ നമുക്കവിടെ എന്താണ്, നമ്മൾ മലയാളത്തിൽ ആ എന്ന് പഠിച്ചു, ഇവിടെ നമ്മൾ എ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊനൗൺസിയേഷൻ്റെ വ്യത്യാസം കൊണ്ട് ഇവിടെ നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഉണ്ടാവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ടേബിൾ ടെന്നീസും ലോൺ ടെന്നീസും. അതായത് ടേബിൾ ടെന്നീസും ലോൺ ടെന്നീസും നമ്മൾ തമ്മിൽ സംഭവം രണ്ടും ടെന്നീസാണ്. പക്ഷേ എന്താ പ്രത്യേകതയുള്ളത്? ആ കോർട്ടിൻ്റെ അതായത് ഡിസ്റ്റൻസ് ഭയങ്കര പ്രത്യേകതയാണ്. ലോൺ ടെന്നീസ് കളിക്കുമ്പോൾ നമുക്ക് കുറച്ച് വീശിയടിച്ചാലൊന്നും ആ ഡിസ്റ്റൻസ് അതുപോലെ അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ ടേബിൾ ടെന്നീസ് കളിക്കുമ്പോൾ ലോൺ ടെന്നീസിൻ്റെ അതേ സ്പീഡും അതേ ലെങ്ത്തും ഒന്നും നമ്മൾ മെഷർ ചെയ്താൽ ശരിയാവില്ല. അപ്പം നമുക്ക് എന്താണ്, ലോൺ ടെന്നീസ് കളിക്കുന്ന ഒരാൾക്ക് ടേബിൾ ടെന്നീസ് കളിക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാകും. അപ്പോൾ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പഠിച്ചൊരു കാര്യം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ നെഗറ്റീവായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ദെൻ നെക്സ്റ്റ് ആണ് സീറോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ന്യൂട്രൽ എഫക്റ്റ് അല്ലെങ്കിൽ നള്ളിഫൈഡ് എഫക്റ്റ് എന്നൊക്കെ പറയാം. സീറോ ട്രാൻസ്ഫർ എന്താണ്? നമ്മളൊരു സാഹചര്യത്തിൽ നേടിയെടുത്ത അറിവോ സ്കില്ലുകളോ മറ്റൊരു സാഹചര്യത്തിലുള്ള പഠനത്തെ പോസിറ്റീവായോ നെഗറ്റീവായോ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അതായത് ആ ഒരു പഠനം നമ്മളൊരു കാര്യം പഠിച്ചു, അതവിടെ കഴിഞ്ഞു, പക്ഷെ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കാര്യം അതായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നർത്ഥം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മുൻപ് പഠിച്ചതിനെ ഇനി പഠിക്കാൻ പോകുന്ന ഒരു കാര്യം പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ യാതൊരു വിധത്തിലുള്ള എഫക്റ്റും ചെയ്യുന്നതില്ല അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എങ്കിൽ അത് സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഇപ്പോൾ ലേൺ ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു, ലേൺ എ സോങ്, നമ്മളൊരു പാട്ട് പഠിച്ചു. ഇത് രണ്ടും തമ്മിൽ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് സോങ്ങിന് എളുപ്പമാകണമെന്നോ സോങ് പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷിന് എളുപ്പമാകണമെന്നോ ഇല്ല. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താ? സീറോ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ദെൻ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു കാർപ്പൻറ്റർ
അതുപോലെ തന്നെ ഇപ്പുറത്തൊരു സ്കൂട്ടർ റൈഡ് ചെയ്യുന്നത്. അത് രണ്ടും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഒരു എഫക്റ്റും ഉണ്ടാകുന്നില്ല, ഒരു ട്രാൻസ്ഫർ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കാർപ്പൻട്രി ജോബ് പഠിച്ചതുകൊണ്ട് നമുക്ക് ബൈക്ക് റൈഡിങ്ങിന് സഹായകമാകില്ല. അതുപോലെ ബൈക്ക് റൈഡിങ് അറിഞ്ഞതുകൊണ്ട് കാർപ്പൻട്രി ജോബിന് സഹായകമാകില്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്താണ്? സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു സാഹചര്യത്തിൽ നേടിയെടുത്തിട്ടുള്ള ഒരു കാര്യം മറ്റൊരു സാഹചര്യത്തിൽ പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ മറ്റൊരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ അതിനെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ യാതൊരു വിധത്തിലുള്ള ഇൻഫ്ലുവൻസും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അവിടെ നള്ളിഫൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ന്യൂട്രൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് വേർട്ടിക്കൽ ട്രാൻസ്ഫർ. വേർട്ടിക്കൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരേ ലെവലിൽ നമ്മൾ പഠിച്ച കാര്യം അതിനേക്കാൾ ഉയർന്ന ലെവലിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വേർട്ടിക്കൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് ഒരേ ലെവലിൽ നമ്മൾ പഠിച്ചൊരു കാര്യം അതിനേക്കാൾ ഉയർന്ന ലെവലിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് പഠിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് എഴുതാനായിട്ട് സാധിക്കുക. അവിടെ വേർട്ടിക്കൽ ട്രാൻസ്ഫറാണ് നടക്കുന്നത്, ഹയർ ലെവൽ ട്രാൻസ്ഫറാണ് നടക്കുന്നത്. അതായത് നമ്മൾ ആദ്യം ആൽഫബറ്റ്സ് പഠിക്കുന്നു, എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ? വേർട്ടിക്കൽ ട്രാൻസ്ഫറാണ്. ഒരേ ലെവലിൽ പഠിച്ച ഒരു കാര്യം, അതായത് അക്ഷരമാല നമ്മൾ ഒരേ ലെവലിൽ പഠിച്ചു, പക്ഷേ അത് നമ്മൾ എവിടേക്ക് ഉപയോഗിക്കുന്നു? ഹയർ ലെവൽ. അതായത് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ്? വേർട്ടിക്കൽ ട്രാൻസ്ഫറാണ്. ഇനി ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. അഡീഷൻ പഠിച്ചിട്ട് അതിൽ നിന്ന് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? വേർട്ടിക്കൽ ട്രാൻസ്ഫറാണ്. ദെൻ നെക്സ്റ്റ് ആണ് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരേ ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതേ ലെവലിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. ഒരേ ലെവലിൽ പഠിച്ച ഒരു കാര്യം അതേ ലെവലിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഡീഷൻ പഠിച്ചു അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷനൊക്കെ പഠിച്ചു. ആ പഠിച്ചതിന് ശേഷം നമ്മളൊരു ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ 2 സാധനങ്ങൾ മേടിക്കുന്നു. ആ 2 സാധനങ്ങളുടെയും വില കൂട്ടി നോക്കി നമുക്ക് ആ പൈസ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നടന്ന ലേണിംഗ് അല്ലെങ്കിൽ അവിടെ നടന്ന ട്രാൻസ്ഫർ ഏതാണ്? ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ആണ്. അഡീഷൻ നമ്മൾ ക്ലാസ് റൂമിൽ പഠിക്കുന്നു, ആ അഡീഷൻ പഠിച്ചതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ എവിടെ ചെയ്യുന്നു? നമ്മളൊരു കടയിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന ട്രാൻസ്ഫർ ആണ് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ദെൻ നെക്സ്റ്റ് ആണ് ജനറൽ ട്രാൻസ്ഫർ. ജനറൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മളൊരു സാഹചര്യത്തിൽ നേടിയെടുത്തിട്ടുള്ള അറിവുകൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുക. ഇപ്പോൾ ജനറൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നേടിയെടുത്തിട്ടുള്ള അറിവുകൾ അത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ജനറൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ, അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ നടത്താനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുക, അതോടൊപ്പം തന്നെ നമുക്ക് അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഒരു ഉണ്ടായിരിക്കെ അത് നമ്മൾ ആ ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഏതൊരു കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, അതിൽ പങ്കെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? നമുക്കിവിടെ ഇംഗ്ലീഷിലുള്ള ഒരു കഴിവ് അത് ഇംഗ്ലീഷിൽ വരുന്ന എല്ലാ ഒരു മേഖലയിലേക്കും നമ്മുടെ പഠനത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരു അറിവ്, ആ അറിവ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള നമ്മുടെ പ്രാവീണ്യം, ആ പ്രാവീണ്യം നമുക്ക് വ്യത്യസ്ത സാഹചര്യം ഉപയോഗിക്കാൻ പറ്റുക. അതിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് മാത്രമല്ല, പല രീതിയിലുള്ള ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ജനറൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്പെസിഫിക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഒരു കാര്യം സിമിലർ സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. നമ്മൾ മുൻപ് പഠിച്ചൊരു കാര്യം അതേപോലെ തന്നെ ഒരു സിമിലർ സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്പെസിഫിക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണിപ്പോൾ 3+4 എന്ന് പറയുന്നത് 5 ആണെന്ന് കുട്ടി പഠിച്ചു. ദെൻ 4+3 = 7 ആണെന്ന് കുട്ടി പറയുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് സ്പെസിഫിക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. അതായത് ഒരേ രീതിയിലുള്ളൊരു കാര്യം, ഒരു ക്ലാസ് റൂമിൽ ഒരു ചെയ്ത കാര്യം കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് സ്പെസിഫിക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. അതുപോലെ വരുന്നത് തന്നെയാണ് ബൈക്ക് റൈഡ് ചെയ്യുക, അതുപോലെ തന്നെ സൈക്കിൾ റൈഡ് ചെയ്യുക. അവിടെ എന്താ വരുന്നത്? ബൈക്ക് റൈഡിങ്ങും സൈക്കിൾ റൈഡിങ്ങും ഒരേപോലെ സ്പെസിഫിക് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് സ്പെസിഫിക് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൽ വരുന്നതാണ്.
നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആയിരുന്നു. അതിൽ നമ്മൾ പോസിറ്റീവ് ട്രാൻസ്ഫർ പറഞ്ഞു, നെഗറ്റീവ് ട്രാൻസ്ഫർ പറഞ്ഞു, ദെൻ സീറോ ട്രാൻസ്ഫർ പറഞ്ഞു, ഹൊറിസോണ്ടൽ, വേർട്ടിക്കൽ, ദെൻ ജനറൽ, സ്പെസിഫിക്. ഇങ്ങനെ ഒരു 3-4 തരം ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അതിൽ ആദ്യത്തേതാണ് മീനിങ് ഫുൾനെസ്. ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ ബാധിക്കുന്ന ആദ്യത്തെ ഒരു ഫാക്ടറാണ് മീനിങ് ഫുൾ ആയിരിക്കുക. എന്താണ് മീനിങ് ഫുൾ ആകേണ്ടത്? ഒന്ന്, കണ്ടൻറ്റിൻ്റെ മീനിങ്. നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടൻറ്റിൻ്റെ മീനിങ് കുട്ടിക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതോടൊപ്പം തന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റഡി കുട്ടി നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിന് ബാധിക്കും. ഇപ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടി കാണാപ്പാഠം പഠിക്കാതെ റോട്ട് ലേണിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പിന്നീട് അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മീനിങ് ഫുൾനെസ് 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന്, കണ്ടൻറ്റിൻ്റെ മീനിങ്ങും അതോടൊപ്പം തന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള സ്റ്റഡി. ദെൻ രണ്ടാമത്തതാണ് മെത്തഡ് ഓഫ് ടീച്ചിങ്. അതായത് മെത്തഡ് ഓഫ് ടീച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ മീനിങ് ഫുൾനെസ് പോലെ തന്നെ ടീച്ചർ ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നു, എത്തരത്തിലുള്ള എക്സാമ്പിളുകളാണ് ഡെലിവർ ചെയ്യുന്നത്, അതായത് ക്വാളിറ്റി ഓഫ് എക്സാമ്പിൾസും വെറൈറ്റി ഓഫ് എക്സാമ്പിൾസും ഒക്കെ കൊടുത്തിട്ടാണോ കണ്ടൻറ്റ് ഡെലിവറി ചെയ്യുന്നത്. അതായത് ഡെലിവർ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ടീച്ചിങ്ങിൻ്റെ മെത്തേഡ് കൃത്യതയാർന്നതല്ലെങ്കിൽ, കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കില്ല. അപ്പോൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിന് വളരെയധികം റോളുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് ഇൻ്റലിജൻസ്. കുട്ടിയുടെ ഇൻ്റലിജൻസ് ഇതുപോലൊരു കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് മെൻ്റൽ പ്രോസസ്സുകളൊക്കെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ഇൻ്റലിജൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. കാരണം മെമ്മറി, അതുപോലെ അറ്റൻഷൻ, റിട്ടൻഷൻ, ഇതൊക്കെ കുട്ടിയുടെ മെൻ്റൽ കപ്പാസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇൻ്റലിജൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ദെൻ സിമിലാരിറ്റി ഓഫ് എ കോണ്ടെക്സ്റ്റ്. അതായത് കോണ്ടെക്സ്റ്റ് മാത്രമല്ല, സിമിലാരിറ്റി ഓഫ് കണ്ടൻറ്റ്. നമ്മൾ പഠിച്ചിരുന്നൊരു സാഹചര്യം, അതായത് നല്ലൊരു സാഹചര്യത്തിൽ നിന്ന് കുട്ടി മോശമായൊരു സാഹചര്യത്തിലേക്ക് പഠിക്കാനായിട്ട് എത്തിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ എൻവയോൺമെൻറ്റിൻ്റെ ഒരു മാറ്റം, ടീച്ചറുടെ ഒരു മാറ്റം, അതുപോലെ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഒരു മാറ്റം, അപ്പോൾ അതെല്ലാം തന്നെ കുട്ടിയുടെ ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ ബാധിക്കുന്ന ഒന്നാണ്. ദെൻ ജനറലൈസേഷൻ എബിലിറ്റി അതില്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യം മറ്റൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് അറിയാത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കാനായിട്ട് സാധ്യമാവില്ല. ദെൻ ഡെപ്ത് ഓഫ് ഒറിജിനൽ അണ്ടർസ്റ്റാൻഡിങ്. നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഡെപ്ത് എത്രത്തോളാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ മീനിങ് ഫുൾനെസ് ഉണ്ടാകണം. നമ്മുടെ സ്റ്റഡി നല്ല രീതിയിൽ മീനിങ് ഫുള്ളായിട്ട് നടക്കുക. അതോടൊപ്പം തന്നെ കുട്ടി അതിനെക്കുറിച്ച് കുറച്ചും കൂടെ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ്, ആ ഒരു മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ഡെപ്ത് നമുക്ക് കൂട്ടാനും സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവിടെ സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഡെപ്ത് ഓഫ് ഒറിജിനൽ അണ്ടർസ്റ്റാൻഡിങ് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൻ്റെ ഒരു ഫാക്ടറാണ്. ദെൻ മെറ്റാകൊഗ്നിഷൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 1-2 ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. തിങ്കിങ് അബൌട്ട് തിങ്കിങ് ആണ്, ഹയർ ഓർഡർ തിങ്കിങ് ആണ്. അതായത് എനിക്ക് എന്തറിയാമെന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ടാകുന്ന അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ എനിക്കത് അറിയില്ല, എനിക്ക് എന്തറിയാമെന്ന് അറിയാത്തൊരവസ്ഥയിൽ എനിക്കത് വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എനിക്ക് എന്തറിയാമെന്നുള്ളത് കുട്ടി മനസ്സിലാക്കുകയും അത് വേറൊരു സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും പറ്റുന്നുണ്ടെങ്കിലേ അവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കുന്നുള്ളൂ. അപ്പോൾ മെറ്റാകൊഗ്നിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? 1, മീനിങ് ഫുൾനെസ് ഉണ്ടായിരിക്കണം. 2, മെത്തഡ് ഓഫ് ടീച്ചിങ് നമ്മൾ നോക്കണം. ദെൻ ഇൻ്റലിജൻസ്, ദെൻ സിമിലാരിറ്റി ഓഫ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ദ കണ്ടൻറ്റ്, ദെൻ ജനറലൈസേഷൻ, ദെൻ ഡെപ്ത് ഓഫ് ഒറിജിനൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മെറ്റാകൊഗ്നിഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്താണെന്ന് പറഞ്ഞു. ട്രാൻസ്ഫറും ലേണിംഗ് കൂടെ ചേർന്നിട്ട് വരുന്ന അതാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു. ഒരു സാഹചര്യത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റൊരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു. ദെൻ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ പറഞ്ഞു. അതിൽ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ, ഹൊറിസോണ്ടൽ, വേർട്ടിക്കൽ, ജനറൽ, സ്പെസിഫിക്, ഇത്രയും 7 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു എന്നാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പമായിട്ടൊരു ടോപ്പിക്കാണ്. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാകും.
സംശയങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.